വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും HSST കോമേഴ്സിൻ്റെ ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ HSST കോമേഴ്സിൻ്റെ ക്ലാസ്സിൽ നമുക്ക് ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു പുതിയ സബ്ജക്റ്റുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ HSST കോമേഴ്സിൽ നമ്മളിപ്പോൾ റിസർച്ച് മെത്തഡോളജി എന്ന സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് ഏതാണ്, ഇൻകം ടാക്സ് അല്ലേ. ഇൻകം ടാക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന പുതിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണെന്ന് അറിയാൻ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിന് മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചാനലിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ വൈകുന്നില്ല, ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് HSST കോമേഴ്സ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് സിലബസിൽ വരുന്ന ഓരോ കാര്യങ്ങളായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പേരിൽ നിന്ന് തന്നെ ഫിനാൻഷ്യൽ സർവീസസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുമ്പം നമുക്കവിടെ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കോമ്പോണൻസ് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ സിസ്റ്റം, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന കോമ്പോണൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ഓരോ കോമ്പോണൻസിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, മണി മാർക്കറ്റ് എന്താണ് എന്നുള്ളതിലേക്ക് ആദ്യം തന്നെ കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സാധാരണ ഞാൻ ടെക്സ്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാണ് ക്ലാസ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ട് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ സാധാരണ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് ഡിഗ്രി ലെവലിലും അതുപോലെ PGക്കും കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഡിഗ്രിക്കും അതുപോലെ PGക്കും ഒക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ടെക്സ്റ്റ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിപ്പം കോളേജിലെ സ്റ്റുഡൻസിന് എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ മാർക്കറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. It is a market for securities where companies and government can raise long-term funds. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പം ഒരു മാർക്കറ്റാണ്. അത് ഡീൽ ചെയ്യുന്നത് സെക്യൂരിറ്റീസാണ്. ഈ സെക്യൂരിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോങ് ടേം. അപ്പോൾ കമ്പനീസ് ആൻഡ് ഗവൺമെൻറ് ക്യാൻ റേസ് ലോങ് ടേം ഫണ്ട്സ്. കമ്പനീസിനും അതുപോലെ ഗവൺമെൻറ്റിനും ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം മാർക്കറ്റാണ്. ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്, ഫോറിൻ എക്സ്ചേഞ്ച് ഇൻസ്ട്രുമെൻറ്റ്സ് അതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിനെ പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന, ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് എറൈസ് ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ദ സെക്യൂരിറ്റീസ് വിച്ച് ഈസ് ഓൾറെഡി യൂസ്ഡ് ഇൻ പ്രൈമറി മാർക്കറ്റ് ആർ പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് ഇൻ സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ നമുക്കിതിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയും. സെക്യൂരിറ്റീസ് വിച്ച് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മാർക്കറ്റ് ആർ സോൾഡ് ഫോർ ഫസ്റ്റ് ടൈം ടു ജനറൽ പബ്ലിക് ഇൻ ദ മാർക്കറ്റ്. ദിസ് മാർക്കറ്റ് ഈസ് നോൺ ആസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഓർ ലോങ് ടേം ഡെപ്റ്റ് മാർക്കറ്റ്. ദെൻ ഫങ്ഷൻസ് ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ന്യൂ ഇഷ്യൂ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പം ഫസ്റ്റ് വൺ ഈസ് ഒറിജിനേഷൻ, സെക്കൻഡ് വൺ അണ്ടർ റൈറ്റിംഗ് ആൻഡ് തേർഡ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ. വാട്ട് ഈസ് ഒറിജിനേഷൻ? The work of investigation, analysis and processing of new project proposal. ഒരു പുതിയ പ്രൊജക്റ്റ് പ്രൊപ്പോസൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യുന്നതൊക്കെയാണ്
ഒറിജിനേഷൻ എന്ന് പറയുന്ന ന്യൂ ഇഷ്യൂ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. സെക്കൻഡ് വൺ ഈസ് അണ്ടർ റൈറ്റിംഗ്. അണ്ടർ റൈറ്റിങ്ങിൽ ഒരു അണ്ടർ റൈറ്റർ ഉണ്ടായിരിക്കും. ഈ അണ്ടർ റൈറ്റർ എന്താണ് ചെയ്യുന്നത്? അണ്ടർ റൈറ്റർ പ്രോമിസസ് ടു സബ്സ്ക്രൈബ് ദ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ദ ഡിബെഞ്ചേഴ്സ് ഇഫ് പബ്ലിക് നോട്ട് ബൈ. ഇപ്പോൾ പബ്ലിക് വാങ്ങാത്ത ഷെയർസ് ഡിബെഞ്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങുന്നവരാണ് ഈ അണ്ടർ റൈറ്റേഴ്സ്. അതിന് പകരമായിട്ട് അണ്ടർ റൈറ്റേഴ്സ് കമ്മീഷൻ റിസീവ് ചെയ്യും. ദെൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പം അവിടെ പല രീതിയിൽ ഇപ്പം മെത്തേഡ്സ് ഓഫ് ന്യൂ ഇഷ്യൂ നമ്മൾ സാധാരണ ഷെയർസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് അവിടെ വരുന്നത്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, എന്താണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ള നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് മണി മാർക്കറ്റാണ്. അപ്പോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ലോങ് ടേം മാർക്കറ്റ്, ബട്ട് മണി മാർക്കറ്റ് ഈസ് എ ഷോർട്ട് ടേം. അപ്പം ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഉണ്ട്. മണി മാർക്കറ്റ് എന്ന് പറയുമ്പം അവിടെ വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ട്രഷറി ബിൽസ്, കമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നും എന്താണെന്നാണ് ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ട്രഷറി ബിൽ. Treasury bills are issued by the central government and are safe instrument, zero risk instrument എന്നൊക്കെ ട്രഷറി ബിൽസ് അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പം CD എന്ന് പറയും. ഇറ്റ് ഈസ് ലൈക്ക് എ പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ഇൻ ദ ഫോം ഓഫ്